ഇനിയൊരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിന്നു. തൃശൂരിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിന്റെ വേദനയിൽ ഇനി തൽക്കാലം പൊതുരംഗത്തേക്ക് ഇല്ലെന്ന് വരെ പ്രഖ്യാപിച്ചു കെ മുരളീധരൻ. UDFന്റെ മിന്നുന്ന വിജയത്തിനിടയിലും മുരളിയുടെ തോൽവി കോൺഗ്രസിന് ക്ഷീണമായി. ആശ്വാസവാക്കുകൾ കൊണ്ട് മുരളിക്കൊപ്പം നിൽക്കുകയാണ് നേതൃത്വം. പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനുണ്ട്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സൂക്ഷ്മമായ പരിശോധന പാർട്ടി നടത്തുമെന്നുള്ളതിന് സംശയം വേണ്ട. അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മുതിർന്ന നേതാവാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവവും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യ അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം മാറി നിൽക്കാൻ ഒരു ആവശ്യം ഞാൻ തോന്നുന്നു. തൃശൂരിൽ വിജയിച്ച സുരേഷ് ഗോപിക്കും ജ്യേഷ്ഠന് പണ്ടേ മുന്നറിയിപ്പ് നൽകിയ പത്മജ വേണുഗോപാലിനും മുരളിയുടെ അവസ്ഥയിൽ സങ്കടമുണ്ട്. സ്വന്തം സ്ഥലത്ത് വന്ന് ഇത്രയും ഒരു ദയനീയമായിട്ടുള്ളൊരു തോൽവി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ള വിഷമം അത് നമുക്ക് എല്ലാവർക്കും, എനിക്കിപ്പോൾ ഒരു സഹോദരി എന്നുള്ള നിലയ്ക്കല്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്, ഞാനല്ല. മറ്റുള്ളവരുടെ ഒരു കാര്യവും എന്നോട് ചോദിക്കരുത്. ഞാൻ ഇലക്ഷൻ പ്രചരണ കാലത്ത് ഞാൻ അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. മുരളി സാറിൻ്റെ കാര്യം മാത്രം, മുരളിയേട്ടൻ എന്ന് പറയുന്ന അന്നത്തെ നിലപാട് വെച്ച് മുരളിയേട്ടൻ എന്ന് പറഞ്ഞ് ചില നോൺ പൊളിറ്റിക്കൽ റെഫറൻസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന കെ മുരളീധരന് സംഘടനാ പദവികൾ നൽകാൻ ഇനി നേതൃത്വം ബാധ്യസ്ഥമാകും. തൃശൂരിൽ തോറ്റെങ്കിലും BJPക്കെതിരെ പോരാട്ടം നടത്തിയതിന്റെ ഫലം മുന്നണിക്ക് മറ്റു മണ്ഡലങ്ങളിൽ കിട്ടിയെന്ന് വാദിക്കാനും മുരളീധരന് സാധിക്കും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.